നബിദിനാഘോഷമൊക്കെ കാണുമ്പോ നബിദിനം ആഘോഷമാണ്, ആഘോഷം പക്ഷെ അതിരിവിടുന്നത് അപകടമാണ്. വലിയ ബോക്സുകളൊക്കെ കെട്ടിവെച്ച് കാതടപ്പിക്കുന്ന സംഗീതവും അള്ളാന്റെ റസൂല് വിരോധിച്ച ഡാൻസുകളുമായി ഈ സമുദായം ഇങ്ങനെ ചെറുപ്പക്കാരുടെ ഒരുമാതിരി ലെവല് കെട്ട ആഘോഷമായി നബിദിന റാലികൾ മാറി എന്നത് വളരെ വളരെ ബോധത്തോടു കൂടിയാണ്. ലോറികൾ വാടകയ്ക്കെടുത്ത് നിർബന്ധമായ പിരിവ് നടത്തി 1000 വാട്ട്സ് 2000 വാട്ട്സ് സംഗീതം അടിച്ചുമുടക്കി കോൽക്കളി എന്നുള്ള പേരിൽ പ്രിട്ടമിട്ടാട്ടിയിട്ടുള്ള ഈ ആവാസം അതല്ലാഹുവിന്റെ റസൂല് റൗളയിൽ കിടന്ന് പൊറുക്കുകയില്ല എന്ന് ഈ സമൂഹത്തിന്റെ ചെറുപ്പക്കാരോട് ഞാൻ ഓർമ്മിപ്പിച്ചു. ചെറുപ്പക്കാർക്ക് കൂത്താടാനുള്ള ശ്രീകൃഷ്ണ ജയന്തി നടത്തിയാൽ, ക്രിസ്മസ് നടത്തിയാൽ പിന്നെ ഞങ്ങൾക്കതുപോലെ കെട്ടിയെഴുന്നള്ളിക്കാനുള്ള ഒരു ആഘോഷത്തിന്റെ അവസരമാണിത് എന്ന് നമ്മുടെ ചെറുപ്പക്കാർ അറിവിന്റെ പരിമിതി കൊണ്ടോ അല്ലെങ്കിൽ ബോധപൂർവമായ വൈകൃതം കൊണ്ടോ തിരിച്ചു പോകുന്നത് ഇത് വളരെ അപകടമാണ്. അള്ളാന്റെ റസൂല് പൊറുക്കില്ല എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ചടുലമായ സംഗീതത്തെ റോഡ് ബ്ലോക്കാക്കി സ്കൗട്ടിന്റെ ചിലർക്ക് പട്ടാളക്കാരുടെ വേഷങ്ങൾ, പാതിരാത്തിലുള്ള പട്ടാപ്പകല് പോലും ഒരു തീപ്പെട്ടിക്കൊള്ളുകൊണ്ട് അഭ്യാസം പഠിപ്പിക്കാത്തൊരു സമുദായം എന്തിനാണ് പട്ടാള വേഷം ധരിച്ചിട്ട് നബിദിന റാലിയിൽ അണിനിരക്കുന്നത്? അതിന്റെ ആവശ്യകത എന്നാണുള്ളത്? ഈ കാതടപ്പിക്കുന്ന സംഗീതങ്ങൾ, ആളുകളുടെ ഉറക്കം കെടുത്തുന്ന പരിപാടികൾ, ഇതിൽ നിന്ന് ഈ സമുദായത്തിന്റെ ചെറുപ്പക്കാരും അധികാരികളും മാറി നിൽക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ നബിദിന ഇസ്ലാം ദീനിൽ ഇങ്ങനത്തെ ഒരു കാര്യക്രമ ഇല്ല സഹോദരന്മാർ. അള്ളാഹുടെ റസൂൽ പഠിപ്പിട്ടില്ലേ? അള്ളാഹുടെ റസൂൽ പഠിപ്പിട്ടിട്ട് നിങ്ങ റോഡ് തടസ്ത ಅಥವಾ തെരു ബ്ലോക്ക് ആക്കോ തീരാ അല്ലേ? ഇസ്ലാം ദീന്റെ ഏതൊരു വിഷയം ഏത് സമുദായത്തെ ആൾമാർക്കും സ്വീകാര്യമായിട്ട് കാരണം ಆದ್ರೆ ಎಲ್ಲಾ ವಿಷಯവും ഏത് ബുദ്ധിವಂತർക്കും ഏത് മനുഷ്യന്മാർക്കും ഇത്രേ ഏത് ജാതി വർഗത്തങ്ങൾക്കും സ്വീകരിക്കപ്പെടും പോലത്തെ വിഷയമായിട്ട് അല്ലേ? എത്ര നല്ല വിഷയ. ഈമാനിൽ ഏറ്റവും ചുരുങ്ങിയത് ഏത് അല്ലേ? റോഡ് തടസ്സാക്കോ തീരാ. തടയിൽ നിന്ന് എന്തെങ്കിലും ഇടങ്ങാറ് തെരുവിൽ നിന്ന്